വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? ഇപ്പം ഇന്ന് ജൂലൈ 3 വെള്ളിയാഴ്ച വൈകുന്നേരം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പണി ടൈലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മേലത്തെ റൂമിൽ ഇവിടെയാണ് ഇപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഞങ്ങൾ മേലത്തെ റൂമിലാണ്. പുറത്തിപ്പം നല്ല മഴയാണ്. ഞങ്ങൾ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ കുടയെല്ലാം ചൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ. അതുകൊണ്ട് വീടിന് ഇറങ്ങാൻ മടിയുമാണ്. എന്നാ ചെയ്യണ്ടേ? അങ്ങനെയാണ് കാര്യങ്ങൾ. നല്ല മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ കിടന്നുറങ്ങാൻ തോന്നുന്നു. പിന്നെ നാളെ ക്ലാസ്സിൽ പോകണം. നാളെ എനിക്ക് PSC എക്സാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ല സമാധാനമുണ്ട്. നല്ല ഇത് കിടന്നുറങ്ങാം. അധികം ടെൻഷനൊന്നുമില്ല. അല്ലെങ്കിൽ നാളെ പോകണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കും. നല്ല മഴയാണിപ്പോൾ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ചെയ്യാൻ തോന്നില്ല. ഭയങ്കര തണുപ്പാണ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ്. ഇവിടെ പിന്നെ തറ സിമെൻ്റ് ആയതുകൊണ്ട് അതിലേറെ തണുപ്പാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തുണിയെല്ലാം നിലത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എൻ്റെ കമ്മലൊരു പേഴ്സിൽ പൊതിഞ്ഞ് വെച്ചിട്ട് എവിടെയാണെന്ന് ഇപ്പോൾ കാണുന്നില്ല. ഇനി ഇതിനകത്ത് തപ്പണം എനിക്കിനി. ഞാൻ എൻ്റെ കസിനും ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഈ റൂമിൽ. എൻ്റെ കമ്മൽ കിട്ടി. ഞാൻ ഈ കവറിൽ ഇതായത് ആധാരമൊക്കെ ഇതിനകത്താണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇട്ട് പക്ഷെ എനിക്ക് ഒരു ബോധമില്ലായിരുന്നു അതിൻ്റെ അകത്താണ് ഞാൻ വെച്ചതെന്നുള്ളത്. പക്ഷെ ഞാൻ വെച്ചതെന്ന് വെച്ചാൽ ഒരു തുണിയിനുള്ളിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെച്ചായിട്ട് എൻ്റെ മൈൻഡിലാവും. പക്ഷേ ഈ സാധനത്തിന് വെച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ലായിരുന്നു. പക്ഷെ കിട്ടി, സാധനം കിട്ടി. പിന്നെ ശനിയാഴ്ചത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞായറാഴ്ച ഒരു മോർണിംഗ് വീഡിയോ ആണ് ഞാൻ എടുത്തത്. അന്ന് എനിക്ക് രാത്രിക്ക് പനി പിടിച്ചു ഗൈസ്. അവസ്ഥ മഴയൊന്നുമില്ല. നല്ലൊരു മഞ്ഞൊക്കെ ആയിട്ട് അതൊരു കോടയെല്ലായിട്ട് നല്ല രസമുണ്ട്. ഇച്ചിരി തണുപ്പ് വരുന്നുണ്ട് പുറത്ത്. നല്ല രസമുണ്ട്. അപ്പം ഞാനിപ്പോൾ എംബോസിഷനൊക്കെ എഴുതി സെറ്റപ്പാക്കുകയാണ് ഗൈസ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ കടയിൽ പോയിട്ട് തിരിച്ചു വരുവാണ് വൈകുന്നേരം. നല്ലൊരു സോന പപ്പടി മേടിച്ചു. എന്തൊരു ടേസ്റ്റാണ്. നല്ല പായസത്തിന് ടേസ്റ്റ് ഗൈസ്. ഇതാ നല്ല രസമുണ്ട്. ഇതൊന്ന് ഒരു രക്ഷയില്ല സാധനം. അടിപൊളി. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. ഇന്നലെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. ഇപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് പുട്ടുപൊടിയൊന്നുമില്ല. പുട്ടുപൊടിയൊക്കെ മേടിച്ചിട്ടിപ്പം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ. ഇന്ന് കുറച്ച് പണിയുണ്ട്. ഇന്ന് ബാങ്കിൽ പോകണം. അങ്ങനെ ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ നമുക്ക് വഴി കാണാം ഗൈസ്. ഞാൻ കടയിൽ പോയിട്ട് സാധനം മേടിച്ച് വീട്ടിലേക്ക് നടക്കുവാണ്. എൻ്റെ ക്യാമറ ഭയങ്കര ഷെയ്ക്ക്. അതെന്താ ഒരു ഫോണിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. പക്ഷേ നോക്കിയെല്ലാം എടുത്താൽ മതിയായിരുന്നു. സാരമില്ല. ഇപ്പം ബാങ്കിൽ പോകാൻ വേണ്ടി നോക്കുകയാണ്. അയ്യോ എനിക്ക് മടിയുണ്ട്. ബാങ്കിൽ പോകാൻ ഇഷ്ടമല്ല. എന്ത് ചെയ്യാൻ? എന്നിട്ട് പണയമൊക്കെ എടുക്കാനുണ്ട്. ഇന്ന് പോയിട്ട് എനിക്കൊരു ബസ്സുണ്ട്. ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി ഞാൻ ATM പൈസ എടുത്തിട്ട് ഇപ്പോൾ പണയം എടുക്കാൻ പോവാണ്. ബാങ്കിലത്തെ കാര്യമൊന്നും പറയണ്ടെടുക്കുന്ന പൈസ. അപ്പോൾ ഞങ്ങളങ്ങനെ പഴണമെല്ലാം എടുത്ത് ഇനിയിപ്പം ചായ കുടിക്കണം. ചായ കുടിക്കാൻ വേണ്ടി പോകാൻ നോക്കുകയാണ്. എൻ്റെ ഗൈസ് ഞാനങ്ങനെ ബാങ്കിൽ പോയി. ബാങ്കിൽ നിന്ന് പണയം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടൗണിലെത്തി എടൂര്. അതിൻ്റെ പണയെല്ലാം എടുത്ത് ചായയെല്ലാം കൂട്ടി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം നല്ല വെയിലുണ്ട്. അവിടെ നല്ല സുഖമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബാങ്കിൽ ചെന്ന് ജസ്റ്റ് മിസ് എനിക്ക് ബസ് കിട്ട്. അവിടെ ഞാൻ വിചാരിച്ച് ഞാൻ ഫിക്സഡ് ഇട്ട പൈസ എടുക്കാൻ അങ്ങനെ പോയതാണ്. നോക്കുമ്പോൾ അക്കൗണ്ടിൽ പൈസ വന്നു. എന്നിട്ട് നമുക്ക് ഇവരൊന്നും പറയുന്നില്ല. ഈ അക്കൗണ്ടിൻ്റെ കൈ കിട്ടിയില്ല. കൈ പൈസ വന്നിട്ടില്ല. അക്കൗണ്ടിലേ വന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാനവിടെ കുറേ നേരം നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അവർ പറയാം ഫില്ല് ചെയ്യണം. നോക്കുമ്പോൾ എനിക്ക് ബസ്സും വരാൻ സമയമായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എനിക്ക് അവർ പേപ്പർ സ്ലിപ്പും തന്നു. ഞാൻ അവിടെ വെച്ച് അതിനെ പൂരിപ്പിക്കാൻ പോയ സമയത്ത് അതവിടെ വെച്ച് അപ്പോൾ ഞാൻ ഇറങ്ങി. എന്നിട്ട് ATM ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അന്നേരം ഇപ്പോൾ ആ ബുദ്ധി തോന്നിയുകൊണ്ട് പെട്ടെന്ന് ബസ്സും കിട്ടി. എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നല്ല വെയിലുണ്ട്. കുടയിൻ്റെ ഉള്ളിലായിപ്പോയി. കുറേ സാധനങ്ങളുണ്ട്. കുടയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. മഴയില്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. പിന്നെ അമ്മ ഈ നിരട്ടിക്ക് പോയപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഒരു പച്ച അങ്ങനെ കിട്ടൂല. അതിൻ്റെ മഞ്ഞാണിത്. ചുവപ്പിന് ഭയങ്കര ഒരു കയ്പ്പ് ടെസ്റ്റാണ്. പക്ഷെ ഇതിന് രസമുണ്ട്. നല്ല മധുരമുണ്ട്. അത്യാവശ്യം രസമുണ്ട്. കുഴപ്പമില്ല. ഞാൻ വീട്ടിലേക്ക് നടക്കുവാണ്. നല്ല ഓണമാകാനായതുകൊണ്ട് അങ്ങനത്തെ പൂവെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോയിക്കൊടുക്കുവാണ്. ഞാൻ പോകുന്ന വഴികളൊക്കെയാണിത്. നല്ലൊരു കാലാവസ്ഥ.
നല്ല വെള്ളം, കുളിക്കാൻ പോകുന്നു പുഴയെല്ലാം കണ്ടിട്ട്. നല്ല വെയിലും കൂടെ ആകുമ്പോൾ കുളിക്കാൻ അടിപൊളിയായിരിക്കും. ശോ, ഈ കമ്മൽ പണയം വേണ്ടി പോയതായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ ചായ കുടിക്കണം. ഒരാൾ കരഞ്ഞു കൊടുക്കുവാണ്. ഇന്ന് മീൻ മേടിച്ചിട്ടില്ല, തക്കടി അമ്മ. ഓ, നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പം എന്തോ അലക്കിയിടാനില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പം ചായ കുടിക്കാൻ വേണ്ടി പോകാൻ നോക്കുവാണ്. അമ്മ ഈത്തപ്പഴം മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നെടുത്ത് തിന്നാൻ നോക്കിയപ്പോൾ അമ്മ അറിയാം. നല്ല രസമുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമായി. ഇതുപോലെ പൊത്തി വെക്കണം. അമ്മ അല്ലെങ്കിൽ വഴക്കും അറിയും. നമുക്കിത് പൊത്തി വെക്കാം അതുപോലെ തന്നെ. പിന്നെ ഒരു കുറുക്കുറേ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും തിന്നാൻ മേടിച്ചില്ല. കുളിയെല്ലാം കഴിഞ്ഞ് മുറ്റത്തിങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ തിണ്ണയിൽ ഇങ്ങനെ കസേരയെല്ലാം ഇട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചുമ്മാ ഇരിക്കുകയാണ് കുളിയെല്ലാം കഴിഞ്ഞിട്ട്. അതിലോ പഠിക്കാനുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ. പിന്നെയെന്ന് വെച്ചാൽ നാളെ പെയിൻ്റ് അടിക്കും വീട്. ടൈലെല്ലാം ഇട്ടിട്ട് അങ്ങനെ കുറേ സിമെൻറ്റൊക്കെ പറ്റി അങ്ങനെ കുറച്ച് ഇതാണ്. അപ്പോൾ ഒരു താത്തുനിന്ന് പെയിൻ്റ് അടിക്കാമെന്ന്. ഞാൻ 10ലെങ്ങാൻ പഠിക്കുക. 2018 17 പെയിൻ്റ് അടിച്ചത്. പിന്നെ ഇപ്പോഴാണ് 2026 പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ നാളെ ഇതിനുള്ളിൽ നിന്ന് പെയിൻ്റ് അടിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുറച്ച് നേരം എന്തെല്ലാം എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എഴുതി. പിന്നെ രാത്രിക്ക് ചോറൊന്നാണ്. മത്തൻ കറിയും കപ്പയും വാട്ടുകപ്പയും മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം ഒരു 10 മണി അല്ല 11 മണി ആവുന്നു. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. ഇങ്ങനെ ഇരിക്കുവാണ് പുസ്തകമെല്ലാം വായിച്ചുകൊണ്ട്. പിന്നെ താഴെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. നല്ല വെയിലുമുണ്ട്. കുറേ തുണികൾ അലക്കിയിട്ടാൽ വേഗം ഉണങ്ങുമായിരുന്നു. പക്ഷെ മടിയാവും. പിന്നെയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഞാൻ ഈ ചെല്ലും കൂടെ തുറന്നിടാം. ഒരു കാട്ടുമൂലക്കൊരു വീട്. നല്ല രസമുണ്ട് കാലാവസ്ഥ കാണാൻ വേണ്ടിയിട്ട്. കായ്സ് ഇവിടെ പെയിൻ്റ് അടിക്കുവാണ്. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് മോർണിംഗ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുവാണ്. അപ്പം വീട്ടിൽ അതിന് ചോറെല്ലാം വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് എല്ലാം സെറ്റപ്പാക്കി. പിന്നെ അനിയത്തി കറി ഉണ്ടാക്കാമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് രാത്രിയൊക്കെയാണ്. ഏതെല്ലോ ഓരോരുത്തരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ അതിൽ തന്നെ കാണാം. മതി സാധനം അഡ്ജസ്റ്റ് ആക്കാം. ഇപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റും ഉണ്ട്. പിന്നെ 7:15 ബസ്സും കൂടി ഉണ്ട്. എനിക്ക് 8 മണിക്ക് എത്തണം. അപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റേറ്റിന് എനിക്ക് 20 രൂപ ലാഭിക്കാം. അങ്ങനെ വെച്ചാൽ സ്റ്റേറ്റിനകത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് ഓടി. അതുകൊണ്ട് പേന ഞാൻ നോക്കും 4 റെഡ് മഷി. എന്തിനാകുമ്പോൾ ഇത്രക്കാരം ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്? ഒറ്റ നീലമഷിയോ കറുത്ത മഷിയോ ഇല്ല. ഒത്തിരി മഷിയുടെ ഒരു പേന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കറുപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാം. PSCൻ്റെ എക്സാമാണ്, അവിടെ നടത്തുന്ന മോഡൽ എക്സാമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കറുപ്പിച്ചിട്ട് വരാം. പേന മഷി തീരുന്നു അത്ര. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? പക്ഷേ ഇത്ര രാവിലെ അധികം കടയും തുറക്കുമെന്ന് എനിക്കും അറിയത്തില്ല. രാവിലെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു. നല്ലൊരു മഞ്ഞ, ഞാൻ വീഡിയോ അങ്ങനെ എടുത്തു പോയി. എങ്ങനെ അങ്ങനെ വന്നതെന്ന് അറിയില്ല. നല്ലൊരു മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ടൗണിൽ കൂടെ നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. ഹാളെല്ലാം കണ്ടുപിടിച്ച് എക്സാം എല്ലാം കഴിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചായ പിടിക്കാൻ പോയി. ഞാൻ നല്ല മസാല ബോണ്ടയാണ് തന്നത്. നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് അവിടെ പോയപ്പോഴാണ് പിന്നെ അത് കഴിക്കാൻ തുടങ്ങിയത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മസാല ബോണ്ട ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ അപ്പാടെ തന്നെ ബസ് കിട്ടിക്കഴിഞ്ഞ് ടൗണിലെത്തി. വൈകുന്നേരത്തേക്കുള്ള ചായയും കടിയും എല്ലാം മേടിച്ചു. തിന്നാനും മേടിച്ചു, പാലും മേടിച്ചു. ഇപ്പോൾ അവനെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നടക്കണ്ട, ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ 2-3 സിപ്പപ്പം മേടിച്ചു.
സിറപ്പ്, ചായപ്പൊടി, ബേക്കറി എന്തെല്ലാം വെച്ചിട്ട്. ഞാൻ താഴെ നിൽക്കാം. ഞാൻ താഴെ നിൽക്കാൻ. ഇന്നത്തെ എന്തെല്ലോ പരിപാടി കഴിഞ്ഞു. വീട്ടിൽ എന്താ അവസ്ഥ എന്നറിയില്ല, ഞാൻ ഇല്ലാത്തതുകൊണ്ട്. ഒന്ന് സാർ അങ്ങനെ നമ്മളെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഗൈസ്. പെയിൻ്റെല്ലാം അടിച്ച് വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. എനിക്കൊരു കുളിച്ചിട്ട് വരാം. 6:41. പിന്നെ ക്ലോക്കിലെ സമയം തെറ്റാണോ എന്താണെന്നറിയില്ല. ഇപ്പോൾ ഇരുട്ടൊന്നും ആയിട്ടില്ല, നല്ലൊരു കാലാവസ്ഥയിൽ തന്നെ ഇരിക്കുവാണ്. ഇപ്പോഴും നമ്മൾ പൂച്ച അപ്പുറത്ത് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനാണെന്നൊന്നും അറിയില്ല. ഇപ്പം ഞങ്ങൾ താഴത്തെ പണിയായത് ഒന്നും പെയിൻ്റ് അടിച്ച് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇപ്പം 2 ദിവസമായിട്ട് നമ്മൾ മേലത്തെ റൂമിൽ തന്നെയാണ്. കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ അതിനകത്ത് ഉണ്ടാവുമോ എന്ന് ആർക്കറിയാം. ഉറക്കം തോന്നിയിരിക്കുന്നുണ്ടല്ലേ. എന്താ ടീച്ചറാ, കണ്ണൊന്നും ഉറക്കമില്ലാത്ത പോലെ. ഞാൻ നല്ലപോലെ ഉറങ്ങിയല്ലോ. കവക്കെട്ടുണ്ട്. ഇന്നലെ എണ്ണ അയച്ചെൻ്റെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എഴുതി പറഞ്ഞേ പക്ഷെ നമുക്കിനി കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ നടന്നു പോവാണ് ഗൈസ്. നല്ലൊരു പച്ചത്തിട്ടൽ നല്ല രസമുണ്ട് കാലാവസ്ഥ. വൈകുന്നേരം വരെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ടെന്ന്. അയ്യോ, ബിരിയാണി ഒന്ന് വൈകുന്നേരം ആയി കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. അങ്ങനെ വേഗം പോകണം. സമയത്തിന് 8 മണി കഴിഞ്ഞോ. 8:15 ഒരു ബസ് കിട്ടണം, എന്നാലേ വേഗം സീറ്റെല്ലാം പിടിക്കാൻ പറ്റുള്ളൂ. കിട്ടിയാൽ മതിയായിരുന്നു. അയ്യോ, ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മിക്കവാറും മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. നോക്കുമ്പോൾ കുന്ന് കയറി മടുത്ത് കേസ്. ഇവിടെ ചെറിയൊരു കുന്നുണ്ട്, ഭയങ്കര മടുപ്പാണ്. ഇപ്പം നല്ല വെയിലാണ്. അങ്ങനെ വിചാരിച്ച പോലെ ഞാൻ ഒരു സ്റ്റേറ്റ് കിട്ടിയ പൈസ ഒന്നും എടുക്കാണ്ട് ടൗണിലെത്തി. പിന്നെ ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു പോവുകയാണ്. പിന്നെ ക്ലാസ്സിലെത്തി വൈകുന്നേരം വരെ അവിടെ ഇരുന്നു. ക്ലാസ് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ക്ലാസ്സെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാൻ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. പിന്നെ ഉച്ചക്കൊന്നും അങ്ങനെയൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മൊത്തം ക്ലാസ് അത് ഇതല്ലായിരുന്നു. അങ്ങനെ ഇപ്പം ബ്രദർ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ മതിയേനു. ഞാൻ മിക്കവാറും വഴിക്കെത്തുമ്പോഴേക്കും കൂട്ടാൻ വരുക, എന്നാലും കുഴപ്പമില്ല. അപ്പം ഇനി വഴി കാണാം ഗൈസ്. അപ്പം നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ പതിയെ പോയി ഇവർ കളിക്കാൻ പോകണം ഗൈസ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ കൂട്ടാൻ വന്നതാണ് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ സാധനമെല്ലാം മേടിച്ച് വീട്ടിൽ പോവുകയാണെങ്കിൽ എന്നെ കൊണ്ടുവിട്ടു നടക്കണം അങ്ങോട്ട്. പിന്നെ മീഷോ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കിട്ടി. സാധനം മേടിച്ച് ഇപ്പം വീട്ടിലേക്ക് നടക്കുകയാണ്. അയ്യോ, ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഇനി കുറച്ച് ചായ കുടിച്ചിട്ടാണ് ഗൈസ്. ഇതെൻ്റെ ടെടിക്കുട്ടൻ. ഇനി എംപോസിഷൻ എഴുതാണ്ട്. ഇത് എംപോസിഷൻ കിട്ടിയതിന് അപ്പോൾ അതിന് ഇരുന്ന് എഴുതണം. ഇപ്പം സമയം 6:30 കഴിഞ്ഞു. അധികം ഇരുട്ടൊന്നായിട്ടില്ല, നല്ല സുഖമുണ്ട്. ഇങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് ഗൈസിന്, പഠിക്കാനുള്ളതുണ്ട്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് 2-3 ദിവസം കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു മഴ പെയ്തു. രാത്രി പ്രത്യേകിച്ച് മഴയായിരുന്നു.
അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗായ്സ്.